പോർച്ചുഗലിൻ്റെ ലോകകപ്പ് ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചു. കോച്ച് റോബർട്ടോ മാർട്ടിനസ് ആണ് പ്രഖ്യാപനം നടത്തിയത്. 26 അംഗ ടീമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുൻനിർത്തി തന്നെയാണ്, CR7 മുൻനിർത്തി തന്നെയാണ്, ഒട്ടും പിറകിലേക്ക് നിർത്തിയല്ല, CR7 മുൻനിർത്തി തന്നെയാണ് മാർട്ടിനസ് തൻ്റെ ടീമിനെ പരുവപ്പെടുത്തിയിരിക്കുന്നത്. 6ാമത്തെ ലോകകപ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാൻ പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലോകകപ്പാണ്. കഴിഞ്ഞ 5 ലോകകപ്പുകളിലും ഗോളടിച്ച കളിക്കാരനാണ്. 8 ഗോളാണ് മൊത്തം ലോകകപ്പിൽ അടിച്ചിട്ടുള്ളത്. ഈ 6ാമത്തെ ലോകകപ്പിൽ ഒരു ഗോൾ അടിച്ചാൽ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യത്തെ കളിക്കാരനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറും. ആ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇപ്പോഴും ഈ പ്രായത്തിലും 40കൾക്ക് മീതെ പ്രായമുള്ളപ്പോഴും CR7 തന്നെയാണ് തൻ്റെ ടീമിൻ്റെ ന്യൂക്ലിയസിനെ രൂപപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് റോബർട്ടോ മാർട്ടിനസ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ജാവോ ഫെലിക്സ് ഉണ്ട്, ഫെർണാണ്ടസ് ഉണ്ട്, അതുപോലെ സിൽവയുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച റാമോസ് ഉണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ടീമിനെ പരുവപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുഖ്യ കുന്തമുന എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്ന് ടീം പ്രഖ്യാപനത്തിലൂടെ തന്നെ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോബർട്ടോ മാർട്ടിനസ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ബെഞ്ചിലിരിക്കുന്ന ആളായിരിക്കില്ല. ഈ ലോകകപ്പ് നേടാൻ പോർച്ചുഗലിന് മരിച്ചുപോയ ജോട്ടയ്ക്ക് വേണ്ടി ഈ ലോകകപ്പ് നേടുമെന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്. അതിൻ്റെ പ്രധാന കൈകാര്യക്കാരനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തലപ്പത്ത് തന്നെ ഉണ്ടാകും എന്ന സൂചന വളരെ കൃത്യമാണ്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോർച്ചുഗൽ അതിൻ്റെ ടീമിനെ തീരുമാനിച്ചിട്ടുള്ളത്.